മൈക്കിളച്ചൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നു. തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വചനം അനേകർക്ക് പങ്കുവയ്ക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ കാലമൊക്കെയും മൈക്കിളച്ചൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അവസരങ്ങളെല്ലാം വിശ്വസ്തയോടെ നിറവേറ്റുവാനായിട്ട്, അവസരങ്ങൾ ഉപയോഗിച്ച് ദൗത്യം നിറവേറ്റുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അച്ഛന് അവസാനം പറഞ്ഞ വാചകങ്ങളൊക്കെ വളരെ അർത്ഥവത്താണ്. ദൈവം നൽകിയ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനേകർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പങ്കുവെച്ചു എന്നുള്ളതാണ്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ വചനം പഠിക്കുവാനും ആ വചനം പഠിച്ചത് സ്വീകരിക്കുവാനും അതിനുള്ള അവസരം ദൈവം നൽകി, അച്ഛനിലൂടെ അനേകർക്ക് നൽകിയുണ്ടായി. അച്ഛനുമായിട്ട് എനിക്ക് ഏറെ അടുത്ത ബന്ധമുണ്ട്. പലപ്പോഴുമൊക്കെ ഞങ്ങൾ ഫോൺ വിളിക്കുകയും എഴുത്തിലൂടെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. കാണുമ്പോഴൊക്കെ സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ആ ചിന്ത എന്നോട് പല പ്രാവശ്യം അച്ഛൻ ഷെയർ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ സെമിനാരിലായിരിക്കുമ്പോൾ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. അച്ഛനെ സംസാരിച്ച് കഴിയുമ്പോൾ എന്തോ ദൈവികമായിട്ടുള്ള ഒരു ശക്തി നമ്മിലേക്ക് വരുന്നതായി തോന്നിയിട്ടുണ്ട്. അച്ഛനെ ജീവനോടെ അവസാനം കാണുവാൻ സാധിച്ചില്ലെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നുപോയ അച്ഛനെ കാണുവാനായിട്ട് സാധിക്കുന്ന സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. അച്ഛന് തീർച്ചയായിട്ടും അനേകരെ ദൈവസന്നിധിയിലേക്ക് കൈപിടിച്ച് നടത്തിയ വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും പതറാതെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയോടെ അല്ലെങ്കിൽ ഭക്തിയോടെ വളരെ ധൈര്യത്തോടു കൂടി ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം. പ്രതികൂല സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും നിശ്ചയദാർഢ്യം ഉള്ളതുകൊണ്ട് മറ്റ് യാതൊന്നും ചിന്തിക്കാതെ ദൈവഹിതം നിറവേറട്ടെ എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. പറയുന്നുണ്ട്, അവസാന നിമിഷങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്യാനായിട്ട് എനിക്ക് ഇടവന്നിട്ടില്ല, ആരെയും വേദനിപ്പിക്കാനായിട്ട് എനിക്ക് ഇടവന്നിട്ടില്ല, ആരെയെങ്കിലും വേദനിപ്പിച്ച് ക്ഷമിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ദൈവം നൽകിയ നന്മകളെ ഓർത്ത് എന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിനടുക്കിലേക്ക് പോകുവാൻ തയ്യാറാണ്. എപ്പോൾ ദൈവം വിളിച്ചാലും ഏറെ പ്രതീക്ഷയോടുകൂടി ദൈവത്തിനെ നേരിട്ട് കാണുവാനുള്ള ആ വലിയ ആഗ്രഹത്തോട് ജീവിച്ച വ്യക്തിയാണ്. ഒരിക്കലും ഭയപ്പെടുകയില്ലായിരുന്നു, ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ച വ്യക്തി തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. സ്വന്തം ഭവനത്തിലേക്ക് എത്തിയ ഒരു പ്രതീതിയാണ് അച്ഛനുള്ളതെന്ന് അച്ഛൻ്റെ അവസാനത്തെ വാക്കുകളിൽ ശ്രവിക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമ്മുടെയും ജീവിതത്തിൽ നിത്യ സമ്മാനത്തിനായിട്ട് നാം വിളിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നതെന്നുള്ള ആ വലിയ സന്തോഷത്തോടെ പോകുവാൻ നമുക്ക് സാധിക്കട്ടെ.